ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസത്തിന് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അത് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 വലിയ സവാള ചെറുതായി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ സവാള നന്നായി വഴറ്റേണ്ടതുണ്ട്. അതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി മുറിച്ച് വെച്ചതാണ്, അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശമൊക്കെ മുഴുവനായി മാറുന്നത് വരെ തക്കാളി നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം സിം മോഡിലാക്കിയതിന് ശേഷം അതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ ചേർക്കേണ്ടതുണ്ട്. ഇതും ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. 2 മിനിറ്റ് നേരത്തിന് ഈ ഗ്രേവി നന്നായി തിളപ്പിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഗ്രേവി അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്രേവി നന്നായി തിക്കായി വന്നിട്ടുണ്ടാവും. കുറച്ചുകൂടി തിക്കാവണം എന്നുണ്ടെങ്കിൽ സവാളൻ്റെയും തക്കാളിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മുട്ടയും ചേർത്ത് 1 മിനിറ്റ് നേരത്തിന് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ഗ്രേവി വീണ്ടും നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി മുട്ടക്കറി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൂരി, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ.